ഭൂമിയിലേക്ക് ഈ മനോഹരമായ ദൃശ്യവിസ്മയത്തിൽ പങ്കാളികളായ പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സ്വംശിഷ്ടമാണ്. മണ്ണാർക്കാട് പറമ്പള്ളി രാജന്റെയും അതുലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് മുഖത്തല മുരാരി കേരളത്തെ കാലടി ചുവട്ടിലാക്കിയ ഗുരുവായൂരപ്പന്റെ രാജശേഖരൻ ഇവൻ നായകത്വത്തിന്റെ രീതിയിലേക്ക് മാത്രം ചുവടുവെച്ചാൽ മതിയെന്ന വാശിയുമായി ഇന്ന് കേരളത്തിന് സമ്മാനിച്ചു നിലകൊള്ളുന്ന കരുത്തിന്റെ പ്രതിപുരുഷൻ വരികയാണ്. അകതാരിൽ നിറകം അമ്പാടി കണ്ണന്റെ മടിത്തട്ടിൽ മാതംഗ സൂര്യനായി അവതരിച്ച മന്മഥ ഗന്ധർവൻ അഴകിന്റെ വജ്രാഭ കൊണ്ടാണ് കേരളം കീഴടക്കാൻ ഗുരുവായൂരിൽ അവതരിച്ച കൊല്ലം നാടിന്റെ സ്വന്തം പേരൂരാൻ മല്ലന്മാരോട് വരെ മുട്ടുവിറപ്പിക്കാൻ തെല്ലും മടിക്കാത്ത ആവേശത്തോടെ വില്യം മാറേണ്ടുന്ന മാതംഗ യൗവനം ഉയരപ്പെരുമയാണ്. യുവരാജൻ ഉണ്ണിക്കുട്ടൻ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്ന യുവരാജാവ് ഐശ്വര്യം എന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ ആന വീരക്കുമാർ സമ്മാനിക്കുവാൻ ഒരുങ്ങി വരികയാണ്. പടിഞ്ഞാറ് ദേശം വാമനൻകാവിന്റെ തമ്പുരാൻ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരികയാണ്. മുഖത്തലൽ കണ്ണനെ തൊഴുത് കരമുയർത്തിക്കൊടുത്ത് ആനപ്രേമികൾക്ക് മനുഷ്യസ്നേഹികൾക്ക് നടുവിൽ തലയുയർത്തിപ്പിടിച്ച് ഇതാ പടിക്കെട്ടും കടന്നു പാലക്കാക്കര രാമനദികാരൻ അടക്കിപ്പിടിച്ച തലമുറയുടെ നേരവകാശികളിൽ നിന്നു മനസ്സുകളിൽ കുടുംബന്മാർ വാഴുന്ന തക്കത്തെ വില്ലാതെ വീരന് കടന്നു വരുന്നത് ഏത് വേദിയിലും താരമാകാൻ പോകുന്ന രാജകീയതയെ അലങ്കാരമാക്കുന്ന യുവരാജാവിത കൊല്ലം പട്ടണത്തിൽ നിന്നും കൊച്ചിയിൽ കോട്ടയിലും തുടങ്ങി പൂരം വെക്കുന്ന തൃശ്ശൂരും വേലപിരിയുന്ന പാലക്കാടുമെല്ലാം താരമാകാൻ ഒരുങ്ങുന്നവരില്ല. ഒരുങ്ങിപ്പോൾ ചെറുക്കര ദേവനാരായണൻ ജനക്കരെ യുവരാജ
വേദികളിലേക്ക് നായകത്വത്തിന്റെ നേരിടുവാൻ ദിനം പ്രതി കടന്നു ചെല്ലുന്നവന്റെ വരവ് കാലം കൈമടങ്ങിയ ചരിത്രം തന്റെ ജീവിതരേഖയിൽ ചേർത്ത് നിർത്തുമെന്ന വാശിയുമായി പതക്കൽ ഗജനരിയുടെ പ്രൗഢി കാക്കുന്നവന്റെ വരവ് ദേശിക നാടന്റെ ആൺപിറവികളിൽ ആഘോഷത്തിന്റെ പ്രജാപതിയാകുവാൻ കച്ചമുറുക്കി ഒരുങ്ങുന്ന തമ്പുരാൻ. ഇതാ ബ്രഹ്മ തെങ്ങേലിക്കന്റെ മനോഹര കാണിക്കയായി ഒരു വീരകേസരിയുടെ വരവ്. അനീഷിന്റെയും ജയകൃഷ്ണന്റെയും കൈകൾ വഴി നടത്തിയ സാരഥി വൈപ്പിൻ ഷാജിയുടെ കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണവൻ. ഇരുമ്പനങ്ങാട് വട്ടമൻകാവ് ശ്രീ മഹാദേവർക്ക് മകനായി വാഴുന്ന മാതന്റെ തിരുമകനിവൻ. ചരിത്രമിറങ്ങുന്ന മണ്ണിന്റെ മഹർഷി അഴകുകൊണ്ട് തിലകം ചൂടി വാഴുന്ന യുവരാജാവ്. തെക്കിന്റെ ഗജഭൂമിയിൽ നിന്ന് ഉദിച്ചുയർന്ന മലയാള മണ്ണിന്റെ ചൂടും ചൂരും തൊട്ടറിഞ്ഞ യുവചക്രവർത്തി. വടക്കൻ കാടിന്റെ മടിത്തട്ടി പിറന്ന തെക്കൻ കേരളത്തിലേക്ക് ചുവടുകൾ ഉറപ്പിച്ച ഗജരാജകുമാരൻ. പ്രായത്തിന്റെ പകിട്ടുകൊണ്ടും പകർന്നു കിട്ടുന്ന പരമേശ്വര പുണ്യം കൊണ്ടും പുതിയ കാലത്തിന് പകർന്നാട്ടം കൊടുക്കുന്ന താരനായകൻ ഉമാമഹേശ്വര പ്രിയൻ വട്ടമൻകാവ് മണികണ്ഠൻ. ഗജവീരൻ തെക്കിന്റെ ഗജഭൂമികയിൽ നിന്ന് ഉദിച്ചുയർന്ന മലയാള മണ്ണിന്റെ ചൂടും ചൂടും തൊട്ടറിഞ്ഞ യുവചക്രവർത്തി. വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ പിറന്ന തെക്കൻ കേരളത്തിലേക്ക് ചുവടുകൾ ഉറപ്പിച്ച ഗജരാജകുമാരൻ വരികയാണ്. അരങ്ങിൽ താരമാകാൻ അകതാരിൽ പ്രണമിക്കുന്ന ദേവന്റെ നാമം മുടക്കാൻ മുഖത്ത് വെല്ലുവിളികളായി കടന്നു ചെല്ലുന്ന വീരപുത്രൻ. തന്റെ തട്ടകത്തിൽ തന്റെ താതന്റെ മണ്ണിൽ തമ്പുരാനായി വാഴാൻ പിറന്ന വീരനിവൻ. ജനസാഗരവും ആവേശത്തെ കുതിച്ചു നിൽക്കുന്നവരിതാ ഇനി നാട്ടുകാരന്റെ രംഗപ്രവേശം. മുഖത്തലയുടെ അഭിമാനം കൊണ്ടവൻ. മുഖത്തലയുടെയും മുഖത്തല മുരാരിയുടെയും ആരോമലായ കുംഭനാന പടിഞ്ഞാറേ ദേശം വാമനങ്കാവ് ഭഗവാനായി സമർപ്പിക്കുന്ന കാണിക്ക. മുഖത്തല മുരാരിയുടെയും ആരോമലായ കുംഭനാന പടിഞ്ഞാറേ ദേശം വാമനങ്കാവ് ഭഗവാന് സമർപ്പിക്കുന്ന. തെക്കു നിന്ന ചെക്കനെ തെക്കും വടക്കും താരമാക്കാൻ വന്ന നെടുമുടുക്കനായ സാരഥി മാന്തിയുടെ കൈയും പിടിച്ചുകൊണ്ടിതാ മുഖത്തലയുടെ മുന്നിൽ ആവേശം നിറയ്ക്കുവാൻ വരികയാണ് വിഷ്ണുനാരായണൻ. തെക്കൻ കൊല്ലത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്ന യുവരാജാവ്. ഐശ്വര്യം എന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ ആന വീരകുമാരൻ. വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ പിറവികൾ വശ്യമായ സൗന്ദര്യത്തിൽ ആവിർഭാവം ചൂടി പിറന്നൊരാൺകുട്ടി. യുവതാരപ്രഭയുടെ അവസാന വാക്ക് പെരുമയാർന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങ് നിറച്ചെഴുന്നള്ളി നിൽക്കുവാൻ വീരെന്നവൻ. ഉലകം മയങ്ങുന്ന കാണ്ടുകൊണ്ട് ഉയരം പെരുമകൾക്ക് മുകളിൽ ചരിത്രമെന്ന് പരിമിതികളെ പാടയും മറികടന്ന് പ്രൗഢിയുള്ള നായകത്വത്തിലേക്ക് തന്റെ പ്രിയ സാരഥി കൊല്ലങ്കോട് ചന്ദ്രന്റെ കൈകൾ പിടിച്ച് കടന്നു വരികയാണവൻ. വേല കുടിക്കുന്ന വല്ലഭനാട്ടിൽ ആരവങ്ങളുടെ താരരാജാവായി രംഗപ്രവേശം കണ്ടവൻ. പൂരങ്ങൾ
പന്തലുകളിൽ പോലും പ്രൗഢി നിറയുന്ന പട്ടാമ്പി പുഴക്കരയിൽ നിന്നും പത്തരമാറ്റ് കാന്തിയോടെ ഒരുങ്ങി വരികയാണവൻ. ആരവങ്ങൾ നയിക്കുവാൻ പറഞ്ഞവൻ തന്നെയെന്ന് ആരവേശത്തിന്റെ പിൽക്കാലം കൊണ്ട് കാണിച്ചു കൊടുത്തവൻ. ഉണ്ണിക്കുട്ടനും സാരഥി മാർഗം മുഖത്തിലെ കണ്ണന്റെ മണ്ണിലേക്ക് സ്വാഗതം. യുവരാജ പ്രജാപതി യുടെ മടിത്തട്ടിൽ നിന്ന് മാന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന മറ്റൊരു ഗജവസന്തം വിശ്വവിഖ്യാത വീരഹസ്തി യുവരാജ പ്രജാപതി കീഴൂട്ട് വിശ്വനാഥൻ. കൃഷ്ണപിള്ളയവർക്ക് ആന കേരളത്തിന് സമ്മാനിച്ച മറ്റൊരു രാജകുമാരൻ. അക്ഷരം തെറ്റാത്ത അഴകിന്റെയും പണയം വയ്ക്കാത്ത ആണത്വത്തിന്റെയും ഒന്നാം തരം ആനരൂപം. പാരമ്പര്യത്തിന്റെ പകിട്ടിനാൽ പ്രൗഢിയുടെ മേലങ്കിയടങ്ങ് പടക്കിറങ്ങുന്ന കരുത്തനായ പോരാളി. ആഘോഷം ആവേശമാകാൻ തലമുതിർന്നവർ മാത്രം മതിയോ എന്ന് യുവരാജാക്കന്മാർ വേണ്ടേ എന്ന ചോദ്യത്തിന് മുഖത്തലയുടെ മണ്ണ് ഉറപ്പിക്കുന്ന മറുപടി. ചെറിയ ദേശത്തിന്റെ നായകനായി കടന്നു വരികയാണവൻ. ഉദിച്ചുയരുന്ന വാഗ്ദാനങ്ങൾക്ക് മറുപടിയായി ഉദിച്ചുയരുന്ന ഗജതാരകം. ആനത്തമാർക്കും മുന്നിലും അടിയറോ വയ്ക്കാനില്ലാത്ത യുവരാജാവ് രാജചേകവന്മാരുടെ ഇടയില് പുതുമയെന്നും അവകാശമാക്കുന്ന കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്നും പുതുയുഗം പിറവി കാണിച്ചു കൊടുത്ത് കടന്നു വരികയാണവൻ. നാളെയുടെ വിജയ സോപാനത്തിൽ നാടനഴകിന്റെ വെന്നിക്കൊടി പാറിക്കാൻ ഒരുങ്ങുന്ന വീരകുമാരൻ. ഓടിക്കളിച്ചു നടക്കുവാൻ, ഓർമ്മകൾക്ക് നിറം പകരുവാൻ വാളകം നാട്ടിലെ കീഴധികാരിയായിരുന്ന സാക്ഷാൽ കീഴൂട്ട് ബാലകൃഷ്ണപിള്ളയവர்கள் ആന്ന് കേരളത്തിൽ സമ്മാനിച്ച മറ്റൊരു രാജകുമാരൻ. അക്ഷരം തെറ്റങ്ങുന്ന കരുത്തനായ പോരാളി. ചെറിയ ദേശത്തിന്റെ നായകൻ കടന്നു വരുന്നു. ഉദിച്ചുയരുന്ന വാഗ്ദാനങ്ങൾക്ക് മറുപടിയായി ഉദിച്ചുയരുന്ന ഗജതാരകം. ഈ പോരാട്ട ജേകവന്മാരുടെ ഇടയിലെ ഇളമുറ തമ്പുരാൻ. സാക്ഷാൽ കൊട്ടാരക്കര തമ്പുരാൻ. വിശ്വവിരാജിത വീരഹസ്തി യുവരാജ പ്രജാപതി കീഴൂട്ട് വിശ്വനാഥനും സാരഥി. അഴകിന്റെ തിരുപിറവികൾ അണിനിരന്നു നിൽക്കുന്ന മുഖത്തലയുടെ ഉത്സവഭൂമിയിലേക്ക് നടുവിലേക്ക് തെക്കൻ മലയാളത്തിന്റെ തിലകക്കുറി. നാളെയുടെ നാളുകളിൽ ആന കേരളത്തിന്റെ ചൂടുള്ള ചർച്ചകൾക്ക് മറുപടിയായി മാറേണ്ടുന്ന മാതംഗ യൗവനം. ഉയരപ്പെരുമയും ഉലകം മയക്കുന്ന കാന്തിയും അലങ്കാര കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ. അനന്തപത്മനാഭൻ നടുവിലെ കരയുടെ 3 വീരന്മാരിൽ പെരുമയുള്ളവൻ. യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ. പുത്തൻകുളം നാടിന്റെ ഭാവിയും ആവേശവും താൻ തന്നെ എന്ന് തെളിയിക്കുന്ന ഭൂമികൾ കീഴടക്കുന്ന പുത്തൻകുളത്തെ അനന്തപത്മനാഭന ഈ മണ്ണിലേക്ക് സ്വാഗതം, സുസ്വാഗതം. വരികയാണ് കൂട്ടരെ പേരൂരാൻ. താരങ്ങളിലെ രാജകുമാരൻ താൻ തന്നെ എന്ന പൂരനഗരിയിൽ പോയി കാണിച്ചു കൊടുത്ത പേരൂരാൻ. മന്നാടിയാരും പരിവാരങ്ങളും കോട്ട കെട്ടിക്കാക്കുന്ന കൊല്ലം നാടിന്റെ സ്വന്തം പേരൂരാൻ. മല്ലന്മാരോട് വരെ മുട്ടുവിറപ്പിക്കാൻ തെല്ലും മടിക്കാത്ത ആവേശത്തോടെ വില്യം കുലച്ചെഴുന്നള്ളുന്ന കൊല്ലം നാടിന്റെ പേരൂരാൻ. തുല്യമായ സ്നേഹം തെല്ല് പോലും കുറയ്ക്കാതെ നൽകി കണ്ണിലുണ്ണിയായി അഴകെങ്കിൽ അഴകെന്നും നിലകൊണ്ട നാടിന്റെ പെരുമയും വാനോളം ഉയർത്താനും പോകുന്ന രാജപെരുമി. തഴുത്തല ദേശത്തിന്റെ വീരനായകൻ, വരുംകാല വാഗ്ദാനത്തിന്റെ ദേശത്തിന്റെ നായകൻ.
സൗന്ദര്യത്തിന്റെ ഗജതിലകം. വാസികൾക്കും പിടിവാസികൾക്കും അപ്പുറം സൗന്ദര്യത്തിൽ വേറിട്ട ലോകമുണ്ടെന്നാണ് കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. ആവേശ സൂര്യന്മാർക്ക് വരവേൽപ്പൊരുങ്ങിയ മണ്ണിലെല്ലാം ഗതകാലം ആടി തിമിർത്ത ിൽ നിന്നും വന്നിരിക്കുന്ന ഭാഗീരഥി അമ്മ ഈ പരിസരത്തുണ്ടെങ്കിൽ എത്രയും വേഗം സ്റ്റേജിന് സമീപത്തേക്ക് എത്തിച്ചേരും. നിയോഗങ്ങളിലെ നായകത്വത്തിലേക്ക് താരമൂല്യത്തോടെ വഴി നടത്തുന്ന സാന്ദ്രം എന്ന ശൈലിയില്ലാതെ പടനായകത്വത്തിന്റെ ഗജഭേരി അലങ്കാരമാക്കിയവൻ. 7.5 പൊന്നാനകൾ പടയനാഥനതിരിച്ച് മധ്യകേരളത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ. തിരുനക്കര തേവരുടെ പൊന്നിൻ പടവുകളിൽ ആവേശത്തിന്റെ ഗജഭേരി മുഴക്കിയ ഗുരുവായൂരപ്പന്റെ യുവതിലകം. മഞ്ജുളാലിന്റെ ചുമട്ടിൽ നിന്നും മണികെട്ടി ഓടിവന്ന പൊന്നിൻ കൊടിമരം പലകുറി തൊട്ട കൊമ്പനാന സാക്ഷാൽ ഗജകുലവജ്രം നാരായണപ്രിയൻ സുന്ദരൻ സാന്നിധ്യമായ പാമ്പാടിക്കാരൻ. കാലഘട്ടങ്ങളെ വെല്ലുവിളിച്ച് കോട്ടയം കൊമ്പന്മാരിൽ കരുത്തുറ്റ പിറവി ഇനിയുമുണ്ടെന്ന് കാലത്തിന് കാണിച്ചു കൊടുത്തവൻ. ആവേശത്തിന്റെ താരങ്ങളെ അണിയറയിൽ സ്വീകരിച്ച അക്ഷരനഗരിയുടെ അഭിമാന സൗന്ദര്യം. നിലയ്ക്കാത്ത ആവേശങ്ങളെ നെഞ്ചിലേറ്റ് ശീലിച്ച മണ്ണിലേക്ക് ചന്ദ്ര താരമാകാൻ അണിയറയിൽ ഒരുങ്ങി വരുന്ന പാമ്പാടിക്കാരിലെ രണ്ടാമൻ. പെരുമാളിന്റെ പെരുമയ്ക്കും മൂടൻ വെല്ലെങ്കിൽ മാറുന്ന പൂരപ്രമാണി. ആരവങ്ങൾക്ക് താരം പിറകിലെന്ന രീതികൾ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. സ്ഥാനത്ത് ശിവരാജന് ഇടത്തേക്കോട്ട് ഇയാളായിരുന്നു. നന്ദനങ്ങ് വേണമെങ്കിൽ പോയി. നായകനായി നാടായ നാടെല്ലാം താരമാക്കി വഴി നടത്തുന്ന സാരഥി പുത്തനങ്ങാടി ശമലാലിന്റെ കൈകൾ പിടിച്ചു വരികയാണവൻ. ഭൂലോക വൈകുണ്ഠവാസനായ ഗുരുവായൂർ അമ്പാടി കണ്ണന്റെ മടിത്തട്ടിൽ മാതംഗ സൂര്യനായി അവതരിച്ച മന്മഥ ഗന്ധർവൻ. അഴകിന്റെ വജ്രാഭ കൊണ്ടാണ് കേരളം കീഴടക്കാൻ ഗുരുവായൂരിൽ അവതരിച്ച
ചട്ടക്കാരന്റെ മകൻ പാറശ്ശേരി മണിയുടെയും സതീഷ് വാര്യരുടെയും കാർത്തികേയന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണ് കൂട്ടരെ ശ്രീ ഗുരുവായൂരപ്പന്റെ രാജശേഖരൻ. ഇവൻ നായകത്വത്തിന്റെ രീതിയിലേക്ക് മാത്രം ചുവടുവെച്ചാൽ മതിയെന്ന വാശിയുമായി കേരളത്തിന് സമ്മാനിച്ചു നിലകൊള്ളുന്ന കരുത്തിന്റെ പ്രതിപുരുഷൻ വരികയാണ്. അകതാരിൽ നിറയുന്ന നാരായണീയ മാവോളം ശ്രമിച്ചു നിന്ന് ഗുരുഭവന പുരേശന് സേവ ചെയ്യുന്നവൻ ഗജരത്നം പത്മനാഭനും മാതംഗരാജൻ ഇന്ദ്രസെന്നും ശേഷം തിരുവൈക്കത്തമ്പത്തിന്റെ തങ്കത്തിളമ്പേറ്റിയ കുന്നത്തൂർ കോട്ടയിലെ രാജാധിരാജൻ ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകത്തെ ശ്രീശങ്കരനാമധാരി നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ. യുവരാജകുലത്തിന്റെ ഇതിഹാസ ജന്മങ്ങളെ തന്നെ വഴി നടത്തിയ സാരഥി മണ്ണാർക്കാട് പറമ്പള്ളി രാജന്റെയും അതുലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് മുഖത്തല മുരാരിയുടെ മണ്ണിലേക്ക് വരികയാണവൻ. കാലം കഴിഞ്ഞെന്ന് കരുതിയവരെല്ലാം കണക്കിന് വെല്ലുവിളിച്ച് ആഘോഷം നയിക്കുവാൻ വിയർക്കാതെ വെല്ലുവിളിക്കാൻ ബിരുദന്മാർ പോലും ഭയക്കുന്ന കൊടുമുടിയായ തമ്പുരാൻ. ഉയരം കൊണ്ടളന്നാലും ഉസിര് കൊണ്ടളന്നാലും ഉയരെ മാത്രം നിന്ന് ശീലിച്ച ഗജരാജ കൊടുമുടി ഗജരാജ കുലത്തിന്റെ കേരളത്തെ കാലടി ചുവട്ടിലാക്കിയ അനന്ത പത്മനാഭൻ. ശിവരാജു കുട്ടിത്തത്തിന്റെ കാലത്തു നിന്നും കേമത്വത്തിന്റെ കാലത്തേക്ക് ഇടം വലം വഴി നടത്തുന്ന സാരഥിമാർ പുത്തൻകുട്ടി ഗോപാലകൃഷ്ണപിള്ളയുടെയും തകടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ച് മുഖത്തല കീഴടക്കുവാൻ വരികയാണ് ശിവരാജു. മുഖത്തല മുരാരിക്ക് മനസ്സ് തോന്നിയുടെ മടിത്തട്ടിൽ പിറന്ന് കോടനാട് കോടകൾക്ക് ആവേശം പകർന്ന അഴകിന്റെ അവതാര പ്രേമി ആളൊരുത്തനെ തേടിയിറങ്ങിയ അഷ്ടമുടി കായൽ തിരക്ക് അതിസുന്ദര സൗന്ദര്യം പകർന്ന സിന്ദൂര തിലകം മടിത്തട്ടിലെത്തിച്ച് സ്വീകരിച്ച തൃക്കടപൂരപ്പന് മഹിമയുടെ പെണ്ണിൻ വരുന്നതും വന്ന് മടങ്ങുന്നതും ചരിത്രമാക്കുവാൻ നിശ്ചയിച്ച തൃക്കടപൂരപ്പന്റെ ആരോപണായവൻ ഇതാ ആവേശത്തിന് 10 മടങ്ങ് പ്രൗഢി സമ്മാനിച്ചു വരികയാണ് മക്കളെ. കാലത്തിന്റെ ആവേശത്തെ തൃക്കാൽക്കലെത്തിച്ച തൃക്കടപൂരപ്പന്റെ സ്വന്തം കടപൂരാൻ എട്ടുകരക്കാരുടെ ഹൃദയത്തിൽ നിന്നും ആഘോഷ കേരളത്തിന്റെ ആവേശ നായകനായ കടപൂരാൻ വടക്കൻ പടക്കളങ്ങൾ മാടി കാലത്തെ പോലും കാൽച്ചുവട്ടിലെത്തിയ ആവേശത്തിൽ കീഴടക്കി കരിവീര കേരളം ധരിക്കുന്ന കടപൂരാൻ എതിരാളികളില്ലാത്ത പടനായകനായി തിരുവിതാംകൂറിന്റെ വരവേറ്റ കാലത്തിന് തികവാർന്ന സമുദ്രത്തിന്റെ ലഹരി സമ്മാനിച്ചവൻ തെക്കൻ പടക്കളങ്ങളിൽ നായകൻ. കാലത്തിന്റെ ആവേശം കരുത്തുറ്റ സൗന്ദര്യം കൊണ്ടടക്കി ഭരിക്കുന്ന ഓരോ നാട്ടുരാജാവ് ഇവൻ കരിവീര മലയാളത്തിന്റെ കരുത്തുറ്റ ഹൃദയം കീഴടക്കിയ തനിനാടൻ ചക്രവർത്തി. ഒരു പീഠ
തിരുവിതാംകൂറിന്റെ വലിയാനയ്ക്ക് മുഖത്തല മുരാരിയുടെ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം സ്വാഗതം. ഭഗവാന്റെ ആറാട്ട് പീഠമാകുവാനും ആഘോഷം നയിക്കുവാനും സ്വാഗതം. ഭാരതത്തിന്റെ അന്തസ്സത്തെ വാനോളം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂരാട്ടം ഭാരതം നടത്തുമെന്നും കാണിച്ചു കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർണിക ഒരുങ്ങുകയാണ് ഈ നാടിന്റെ സ്നേഹാഭിവാദ്യം. ഭാരതത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീരിന് സൈന്യത്തിന്റെ പോരാട്ട വീര്യം കൊണ്ട് രാജ്യം മറുപടി പറഞ്ഞപ്പോൾ പിറന്നതൊരു പുതുചരിത്രമാണ്. ഭാരത സ്ത്രീകളുടെ മനം നോവിച്ച് കണ്ണില്ല മുന്നിൽ നിന്ന് പോരാട്ടം ഓപ്പറേഷൻ സിന്ദൂർ. അഹന്തയുടെയും അന്ധമായ മത തീവ്രവാദത്തിന്റെയും ചക്രവ്യൂഹം ഭേദിക്കുവാൻ വജ്രായുധങ്ങൾ രാജ്യത്തിനുണ്ടെന്ന് തെളിയിച്ചു കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ നിഷ്കളങ്കരെയും നിരുപദ്രവാദികളെയും തൊട്ടുനോവിക്കാതെ തീവ്രവാദത്തെ മുഴുവൻ ആളുകളും ഇരുവശങ്ങളിലേക്കും സുരക്ഷ ചന്തമുള്ള നാടൻ കൊമ്പനാന നയിക്കുന്ന ഈ മഹനീയമാകുന്ന വിസ്മയ കാഴ്ചകളിലേക്ക് ഗജവസന്തങ്ങൾ എന്നുമെന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഈ മനോഹരമായ ദൃശ്യവിസ്മയത്തിൽ പങ്കാളികളായ മുഴുവൻ സജ്ജനങ്ങൾക്കും ആഘോഷപ്രേമികൾക്കും സമാരംഭം കുറിച്ച ഈ ആനയോട് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നു ചേരാൻ സാധിക്കുന്നത് ഭഗവാന്റെ മുഴുവൻ തെറ്റുകളും ഭഗവാന്റെ വ്യാപാരബന്ധങ്ങൾ ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ നാട് നൽകുന്ന സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്കും പിന്തുണകൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ മറ്റൊരു ആഘോഷഭൂമിയിൽ നമുക്ക് അതിലെ ആനയൂട്ട് കമ്മിറ്റി ഭാരവാഹികൾക്ക് 1000 നന്ദിയും സ്നേഹവും. സ്നേഹപൂർവ്വം ഞാൻ ശൈലേഷ്. ഈ പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സൗണ്ട്. എല്ലാവരിലേക്കും കൃത്യമായിട്ട് അത് ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന കുമാർ പ്രോ സൗണ്ട്സ് ഓഡിയോസ് പേര് അവരുടെ മുഴുവൻ പ്രവർത്തകർക്കും അതിലെ സൗണ്ട് എഞ്ചിനീയറായിട്ടിരിക്കുന്ന താൽക്കാലികമായി വിടവാങ്ങുന്നു. സ്നേഹപൂർവ്വം ഞാൻ ശൈലേഷ് വൈക്കം. ഒപ്പം ഈ ഒരു ഗതവിവരണം ആവട്ടെ എന്തുമാവട്ടെ ഏതൊരു കാര്യത്തിനും അക്ഷരകുണ്ടങ്ങളെ തന്നുകൊണ്ടിരിക്കുന്ന എന്നും തന്നുകൊണ്ടിരിക്കുന്ന തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഇനിയും തുടരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ റൈറ്റർ ശ്രീ അനീഷ്. സമയം വളരെയധികം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആന ഊട്ടും ആന നീരാട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആനയൂട്ട് നൽകണമെന്ന് അറിയിക്കുന്നു. ഇവിടെ ഇത്രയും നല്ലൊരു ഗജ വിവരണം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, മറ്റ് ആംബുലൻസ് എന്നിവർക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ തന്നെ ഈ ഒരു ആനയോടുമുള്ള നന്ദി കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു. ഇത്രയും
ചിലപ്പോൾ നന്ദി അറിയിക്കുന്നു. കൂടാതെ തന്നെ ഇത്രയും എല്ലാ സമിതികൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഹലോ ഹലോ മുഖത്തല്ല ശ്രീകൃഷ്ണ